നമസ്കാരം. അങ്ങനെ ഇന്ന് സ്വാതന്ത്ര്യ ദിനമായിട്ട് ഇന്ന് കണ്ട സിനിമ വാഴ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ വാഴയുടെ ട്രെയിലർ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അതിഗംഭീരമായിട്ടുള്ള ഒരു ട്രെയിലറായിരുന്നു. പുതുമുഖങ്ങളാണ് ആ ഒരു സിനിമയിൽ കൂടുതലായിട്ടും അഭിനയിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ആ ട്രെയിലറിലൂടെ മനസ്സിലാവാം. അപ്പോൾ ഒരു പറ്റം ചെറുപ്പക്കാരുടെ ഒരു സിനിമയായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത്. അങ്ങനെ തന്നെ ആ ഒരു സിനിമ ഞാൻ ഇന്ന് കണ്ടു. നല്ല തിരക്കുണ്ട് സിനിമാ തിയേറ്ററിൽ. അപ്പോൾ 5 ഷോയാണ് കേട്ടോ. തൃശ്ശൂർ ഗിരിജ തിയേറ്ററിലാണ് ഞാൻ സിനിമ കണ്ടത്. 5 ഷോയാണ് അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്ര പോകുന്ന ഒരു അതായത് ഇങ്ങനെയുള്ള ഒരു ചെറിയൊരു സിനിമയ്ക്ക് 5 ഷോകളാണ് അവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്കറിയാം ആ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളവർക്ക് എത്രമാത്രം ഫാൻസ് പവർ ഉണ്ട് എന്നുള്ളത്. ഇൻസ്റ്റഗ്രാമിൽ വൈറലായിട്ടുള്ള ഒരു നടനും പിന്നെ രോമാഞ്ചം എന്ന് പറയുന്ന സിനിമയിലും ഗുരുവായൂരമ്പലം നടയിൽ എന്ന് പറയുന്ന സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് ഇതിൽ നായകന്മാരായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. ഒപ്പം തന്നെ ജഗദീഷ്, പിന്നെ നമ്മുടെ കോട്ടയം നസീർ, ഹസീസ്, നോബി, അങ്ങനെ എല്ലാവരും ഈ ഒരു സിനിമയിലുണ്ട്. അവരൊക്കെ അച്ഛൻ കഥാപാത്രങ്ങളാണ്. വളരെ നല്ല ഒരു മികച്ച അഭിനയങ്ങളാണ് അവരൊക്കെ കാഴ്ചവെച്ചിരിക്കുന്നത്. ജഗദീഷൊക്കെ വളരെ അസാധ്യമായിട്ടുള്ള ഒരു പ്രകടനം. എന്താ വെച്ച് കഴിഞ്ഞാൽ ജഗദീഷ് കാലഘട്ടത്തിനനുസരിച്ച് ക്യാരക്ടറുകൾ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞ പോലെ ചളിപ്പും കോമഡികളൊക്കെ മാറ്റിവെച്ച് ഇപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ് ജഗദീഷൊക്കെ എടുക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സിനിമയിൽ നമുക്ക് ശരിക്കും അദ്ദേഹത്തിൻ്റെ ഡയലോഗുകളൊക്കെ നമുക്ക് കാണുമ്പോൾ നമുക്ക് മുഖത്തെ ആക്ടിങ് ഭാവങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കും കണ്ണീര് വരും എന്നുള്ള രീതിയിലാണ് അദ്ദേഹമൊക്കെ പെർഫോമൻസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കോട്ടയം നസീറൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് പേര് സഹനടന്മാരായി വന്നിട്ടുള്ള ഒരുപാട് പേര് നല്ല രീതിയിൽ അവസാനം വരെ അതായത് ഇതിനെ എൻഡ് ചെയ്യിപ്പിക്കുമ്പോൾ വരെ അതിൽ നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെച്ച് അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. ഈ ഒരു സിനിമയുടെ കണ്ടന്റ് കുറച്ച് ചെറുപ്പക്കാർ സ്കൂൾ കാലഘട്ടം മുതൽ കോളേജ്, അവർ എഞ്ചിനീയറിംഗ് കോളേജ് വരുന്ന ആ ഒരു കാലഘട്ടം വരെ അവർ ആ പഠിക്കുന്ന രീതികളും അല്ലെങ്കിൽ ആ ഒരു ഉഴപ്പും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു സിനിമയിൽ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നോർമലായിട്ടുള്ള ഒരു ലൈഫ്, അതായത് മലയാളത്തിൽ നല്ലൊരു മലയാള സിനിമയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം കേരളത്തിൽ നടക്കുന്ന മലയാളികളുടെ ഒരു ചെറുപ്പക്കാരുടെ ഒരു സിനിമയായിട്ടാണ് ശരിക്കും ഇതിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇരിഞ്ഞാലക്കുടയിലൊക്കെയാണ് ഈ ഒരു സിനിമ ഷൂട്ടിംഗ് ചെയ്തിരിക്കുന്നത്. ഇരിഞ്ഞാലക്കുട അമ്പലം കൂടൽമാണിക്യം ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ ഒരുപാട് സീനുകളായിട്ട് ഈ ഒരു സിനിമയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമ നമുക്ക് ആദ്യം മുതൽ ഇൻ്റർവെൽ വരെ നമുക്കൊരു കോമഡി ലെവലിൽ ഇതിനെ ക്ലിയർ ചെയ്തിട്ട്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊരു എവിടെയും നമുക്ക് ലാഗ് ചെയ്യിപ്പിക്കാത്ത രീതിയിലാണ് ഈ ഒരു സിനിമയെ മേക്ക് ചെയ്ത് കൊണ്ടേയിരിക്കുന്നത്. സിനിമയുടെ ഒരു കഥ എന്ന് പറയുന്നത് ഇൻ്റർവെൽ കഴിഞ്ഞിട്ടാണ് കുറച്ച് സെൻറ്റി സീൻസുകളും കാര്യങ്ങളൊക്കെ. അതായത് സിനിമയ്ക്ക് ഒരു ക്ലൈമാക്സ് വേണമല്ലോ. അപ്പോൾ ആ ഒരു ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ ഈ ഒരു സിനിമയുടെ കൊണ്ടേ പോയിട്ടുള്ള ആ ഒരു കണ്ടന്റ് കൃത്യമായിട്ട് അതിനെ അവസാനിപ്പിക്കുന്നവിടെ ശരിക്കും അവസാനിപ്പിക്കുന്നില്ല എന്നുള്ളതും കൂടി കാണിക്കുന്നുണ്ട്. കാരണം അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഈ ഒരു സിനിമയുടെ ക്ലൈമാക്സിൽ കാണിക്കുന്നുണ്ട്. അതൊരു സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മൂവി ആയിട്ട് തന്നെ ഫസ്റ്റ് പാർട്ട് നല്ല രീതിയിൽ അതിനെ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. അപ്പോൾ വാഴ എന്ന് പറയുന്ന ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഗൗതമൻ്റെ രഥം എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്ത ആനന്ദ് മേനോനാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ജയ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്ത വിപിൻ ദാസ് ആണ് വാഴ എന്ന് പറയുന്ന ഈ ഒരു സിനിമയ്ക്ക് കഥയും തിരക്കഥയും ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിനിമ മൊത്തത്തിൽ ഫുൾ എൻ്റർടൈൻമെൻ്റ് ആണ്. അതായത് ഒരു വെക്കേഷൻ ടൈമിൽ ഇറക്കേണ്ട ഒരു സിനിമയായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായം കൂടി എനിക്കുണ്ട്. കാരണം വെക്കേഷൻ ടൈമിൽ ഇറക്കുകയാണെങ്കിൽ ഇത് സൂപ്പർ ഹിറ്റ് അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ബസ്റ്റർ സിനിമ ആവേണ്ട ഒരു സിനിമയായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം കൂടിയുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സിനിമ എന്തായാലും ഈ ഒരു ടൈമിൽ അടിച്ചു കയറി പോകാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. ഒരു 100 കോടി ക്ലബിലേക്ക് ഈ ഒരു സിനിമ ഇടം പിടിക്കും. ഒപ്പം തന്നെ ബോക്സ് ഓഫീസ് അട്ടിമറിക്കുന്ന ഒരു കാഴ്ചകൾ നമുക്ക് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ കാണാം. കൂടുതൽ ടിക്കറ്റുകൾ എന്തായാലും ഇന്ന് തൊട്ടിട്ട് നാളെയും മറ്റന്നൊക്കെ ആയിട്ട് കൂടുതൽ ടിക്കറ്റുകൾ ബുക്കിങ്ങുകൾ കൂടുതലായിട്ട് കാണാൻ സാധിക്കും. ഒപ്പം തന്നെ കൂടുതൽ തിയേറ്ററുകളും ആഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് പറയുകയാണ്. സിനിമ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണാൻ ശ്രമിക്കുക. നല്ലൊരു സിനിമയാണ്. 2.5 മണിക്കൂർ നമുക്ക് 100 രൂപയുടെ ടിക്കറ്റ് അല്ലെങ്കിൽ 150 രൂപയുടെ ടിക്കറ്റ് എടുത്ത് കാണുകയാണെങ്കിൽ നമ്മളെ മടുപ്പിക്കാതെ അല്ലെങ്കിൽ വെറുപ്പിക്കാതെ നമുക്ക് നല്ലൊരു സിനിമയായിട്ട് ഈ ഒരു സിനിമയെ കാണാൻ സാധിക്കുമെന്നുള്ള ഉറപ്പ് തന്നുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ നിർത്തുന്നു. സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.